ഗൈസ്, എല്ലാവർക്കും കാസ് റിവ്യൂ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു പുതിയൊരു കാറിന്റെ റിവ്യൂ ആയിട്ട് തന്നെയാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത്. ഇന്നും ഒരു 7 സീറ്റർ വണ്ടിയാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതും കിയയുടെ ഒരു വണ്ടിയാണ്. കിയയുടെ കാരൻസ് എന്ന വണ്ടിയുടെ പ്രസ്റ്റീജ് എന്ന സെക്കൻഡ് വേരിയന്റ് ആണ് കേട്ടോ, ടോപ്പ് എൻഡ് വേരിയന്റ് അല്ല, സെക്കൻഡ് വേരിയന്റ് ആണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങളാണ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കാരൻസിന്റെ ആ ഒരു ഫ്രണ്ടിലെ വിശേഷങ്ങൾ നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ ആയിട്ട് ഒരു DRL കാണാൻ സാധിക്കും. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു DRL കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ താഴെയായിട്ട് നമുക്ക് ഹെഡ് ലാമ്പ് വരുന്നത്, പ്രൊജക്ടർ അല്ല, നമുക്ക് ഹാലജൻ ടൈപ്പ് ഹെഡ് ലാമ്പ് ആണ് വരുന്നത്. ദെൻ ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്ട്രിപ്പ് പോലത്തെ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട്. കിയയുടെ ലോഗോ കാണാനും ഇവിടെ നമുക്ക് സാധിക്കും. ദെൻ നമുക്ക് താഴേക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് ആ ഒരു ഒരു ലിപ്പ് പോലത്തെ ഒക്കെ ചെറിയതായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ കാണാൻ സാധിക്കും. ദെൻ ഇവിടെ നമുക്ക് കുറച്ച് സിൽവർ ഫിനിഷും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഫ്രണ്ട് സെൻസറും ഉണ്ട്. അതായത് നമ്മൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്ന് പറയുന്ന പോലെ ഇതിന് ഫ്രണ്ട് സെൻസറും നമുക്ക് അവൈലബിൾ ആണ്. സോ ഫ്രണ്ട് അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് കിയ നൽകിയിരിക്കുന്നതാണ്. ദെൻ ഇവിടെ കുറച്ച് മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ദെൻ പിന്നീട് ഗൈസ്, നമുക്ക് ആ ഒരു ഗ്ലാസ് ഏരിയ നോക്കുന്ന സമയത്തായിട്ട് അത്യാവശ്യം വലുപ്പമേറിയ ഒരു ഗ്ലാസ് ഏരിയ കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ദെൻ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലായിട്ട് 2 വൈപ്പർ കാര്യങ്ങൾ നമുക്ക് കമ്പനി നൽകിയിട്ടുണ്ട്. സോ ഗൈസ്, ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഒരു കിയയുടെ ആ ഒരു ഫ്രണ്ടിൽ, ഈ ഒരു കാരൻസിന്റെ ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് പറയാനുള്ള വിശേഷങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നേരെ സൈഡിലേക്ക് പോയിട്ട് ആ ഒരു സൈഡിലെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു കാരൻസിന്റെ ആ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്തായിട്ട് ആ ഒരു വീൽ ക്ലാമ്പ് ആയിട്ടുള്ള ആ ഒരു വീൽ ആർച്ച് നമുക്ക് ആ ഒരു ചുറ്റും പോയേക്കുന്ന കാണാൻ സാധിക്കും. ഒരു ബ്ലാക്ക് ലാഡിങ് പോലെയാണ് ആ ഒരു വീൽ ആർച്ച് കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ടയറിലേക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് അലോയ് ലഭ്യമല്ല, വീൽ കപ്പാണ് ലഭ്യമുള്ളത്. ഇതൊരു സെക്കൻഡ് വേരിയന്റ് ആണ്. നമുക്ക് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ അലോയ് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ ഒരു അലോയ് ലുക്ക് ഉണ്ട് കേട്ടോ ഗൈസ് ഈ ഒരു വീൽ കപ്പിന്. ദെൻ ഫ്രണ്ടറിന്റെ പോർഷനൊക്കെ അത്യാവശ്യം ഒരു ഒഴുക്കിയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ആ ഒരു ഓർവ്യൂ നോക്കുന്ന സമയത്തായിട്ട് ടേൺ ഇൻഡിക്കേറ്റർ അതിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോഡി കളറാണ്. ദെൻ നമുക്ക് ഈ ഒരു പില്ലറൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഒരു ക്രോം സ്ട്രിപ്പ് ഇവിടം വരെ കാണാൻ സാധിക്കും. ഡോർ ഹാൻഡിലും ആ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഗൈസ്, ആ ഒരു ABC പില്ലറുകൾ മുഴുവനും ബ്ലാക്ക് ഡിസൈനിലുമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് റൂഫ് റെയിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതൊരു 7 സീറ്റർ വണ്ടിയായിട്ട് നമുക്ക് തേർഡ് റോയിലേക്കുള്ള ഒരു ചെറിയൊരു ഗ്ലാസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡോർ വൈസർ ആഫ്റ്റർ മാർക്കറ്റ് ആണ് കേട്ടോ, ഇത് കമ്പനി ലഭ്യമല്ല, ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഒരു വണ്ടി ലഭ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു സൈഡിലേക്കുള്ള ഒരു വിശേഷങ്ങൾ. നമ്മൾ ഈ ഒരു കാരൻസിന്റെ ആ ഒരു റിയർ സൈഡിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും സ്പോയിലറും കാണാം. D4 ലൈൻസോ റിയർ വൈപ്പറോ നമുക്ക് ലഭ്യമല്ല, ഇതൊരു സെക്കൻഡ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ സ്പോയിലറൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാൻ സാധിക്കും. നമുക്കൊരു ഒറ്റ പീസായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് നൽകിയിട്ടുണ്ട്. കിയയുടെ ഒരു ബാഡ്ജിങ് ആണ്, കാരൻസ് എന്നൊരു ബാഡ്ജിങ്ങും കാണാം. കൂടാതെ ആ ഒരു നമ്പർ ബോർഡിന്റെ ആ ഒരു പോർഷനും കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു ചെറിയൊരു സ്കേർട്ടിങ് പോലത്തെ ഒരു ചെറിയൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. ആൻഡ് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ലഭ്യമാണ്, പക്ഷെ റിവേഴ്സ് ക്യാമറ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. റിവേഴ്സ് ക്യാമറ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിന്റെ ഒരു റിയർ സൈഡിലെ ആ ഒരു വിശേഷങ്ങൾ. വേരിയിട്ട് തിരിക്കുന്ന ബാഡ്ജിങ്ങുകളൊന്നും തന്നെ ഇല്ല, ജസ്റ്റ് കാരൻസ് എന്ന് മാത്രമേ ഉള്ളൂ ബാഡ്ജിങ് കിയ നൽകിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, നമുക്ക് റൂഫിലായിട്ട് ഒരു ഷാർഫിൻ ആന്റീനയും കൂടി നൽകിയിട്ടുണ്ട്.
ഗൈസ്, ഇതാണ് കിയ കാരൻസിൻ്റെ ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് ഈ ഒരു കിയ കാരൻസിൽ കിയ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റലാണ്. ഡോർ തുറന്ന് നടക്കുന്ന വാർണിംഗ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഏതെങ്കിലും ഡോർ നമ്മൾ ലൂസായിട്ട് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാർണിംഗും വരും. പിന്നെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ലെതർ റാപ്ഡ് അല്ല കേട്ടോ, ഇത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണ് ഈ ഒരു ലെതർ റാപ്ഡ്. നമുക്ക് ടോപ്പനിലേക്ക് പോകുമ്പോൾ വരും. ഇവിടെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസാണ് കിയ എന്നൊരു ബാഡ്ജിങ് നടുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പ്രീമിയമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഒരു AC വെൻറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. കോയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ സാധിക്കും. ആൻഡ് സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് 2 ചെറിയ AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. ഹസാർഡിൻ്റെ ബട്ടൺ നടുക്ക് നൽകിയിട്ടുണ്ട്. AC-യുടെ കൺട്രോൾസ് ഒക്കെ ഓട്ടോമാറ്റിക് അല്ല, മാനുവലി വേണം അതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാൻ. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒരു ടച്ച് പാഡാണ് വരുന്നത്. USB ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയ കണക്ടിവിറ്റി സൗകര്യങ്ങൾ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കിയ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴേക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടണും നൽകിയിട്ടുണ്ട്. 12 വോൾട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. USB Type-C പോർട്ടും നൽകിയിട്ടുണ്ട്. മൊബൈലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം. നമുക്ക് താഴെ മൊബൈൽ വെക്കാൻ സ്പേസും കിയ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗിയർ ലിവർ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഗിയർ ലിവർ മാനുവലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് ഗിയർ ഇടുന്നത് ഫസ്റ്റ് ഗിയറിൻ്റെ പൊസിഷനിലാണ്, ഏകദേശം നമ്മുടെ ഹാരിയറിൽ കണ്ടപോലെ. ആംബ്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സ്പേസ് നൽകിയിട്ടുണ്ട്. ആൻഡ് സെൻട്രൽ കൺസോളിലും സ്പേസും ഉണ്ട്. ഹാൻഡ് ബ്രേക്കിംഗ് കാണാം. പിന്നെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട്. ഇനി റൂഫിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മാനുവലി ഡിം ചെയ്യാവുന്ന ഒരു IRVM നൽകിയിട്ടുണ്ട്. റൂഫിൽ 2 ലൈറ്റ് നൽകിയിട്ടുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് സൺവൈസർ നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡിൽ ടിക്കറ്റ് ഹോൾഡറും കോ ഡ്രൈവർ സൈഡിൽ ഒരു മിററും നൽകിയിട്ടുണ്ട്. ഒരു വാലിറ്റി മിററും നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ റോയിലെ സീറ്റിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ബ്ലൂടൂത്ത് മൈക്കും അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡോർ പാഡ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഓർ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ട്യൂട്ടർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴേക്ക് വരുന്ന സമയത്തായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കും. ഒരു സ്പീക്കറും കാണാനും സാധിക്കും. പിന്നെ നമ്മൾ ഡോറ് പിടിച്ചടയ്ക്കുന്ന ആ ഒരു താഴെയായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസും ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു കിയ കാരൻസിൻ്റെ ഡാഷ്ബോർഡിൽ പറയാനായിട്ടുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്തും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് റിയർ AC വെൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ റൂഫിലായിട്ടാണ് കേട്ടോ റിയർ AC വെൻറ്റും നൽകിയിരിക്കുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് 2 Type-C ചാർജിങ് പോർട്ട്, ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റിലേക്ക് വരാം. സീറ്റ് നോക്കുവാണെങ്കിൽ 3 പേർക്ക് ഇരിക്കാം. നമുക്ക് ആംബ്രസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഫോൾഡ് ചെയ്ത് വെക്കാനും സാധിക്കും. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും തൈ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. സീറ്റിൻ്റെ പുറകിലായിട്ട് ചെറിയ മാഗസിൻ ഹോൾഡറും നൽകിയിട്ടുണ്ട്. പിന്നീട് വേറെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിൽ ചെറിയൊരു ഹുക്ക് നൽകിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. പിന്നെ ഗ്രാബ് ഹാൻഡിലുണ്ട്. ഫ്ലെക്സിബിൾ ആണ്, ഫിക്സഡ് അല്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. പിന്നീട് ഈ ഒരു റിയർ സൈഡിലെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ വിൻഡോയും സ്പീക്കറും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങൾ കാണാൻ സാധിക്കും. തേർഡ് റോയിലേക്ക് വരുന്ന സമയത്തായിട്ട് അതിൻ്റെ റൂഫിലായിട്ട് AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. അവിടെയും ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഡാഷ്ബോർഡിൻ്റെ മുകളിലും ഈ ഒരു സെക്കൻഡ് റോയും തേർഡ് റോയുടെ മുകളിലായിട്ട് 3 ലൈറ്റ് ടോട്ടലി ഈ ഒരു വാഹനത്തിനകത്ത് ഉണ്ട്. തേർഡ് റോയിലേക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് ഇവിടെയായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ്, ഒരു Type-C ചാർജിങ് സോക്കറ്റും ഉണ്ട്. പിന്നെ തേർഡ് റോയിൽ ചെറിയൊരു ഗ്ലാസും കൂടി കാണാൻ സാധിക്കും. പിന്നെ റൈറ്റ് സൈഡിൽ സെയിം കാര്യം, ഒരു Type-C ചാർജിങ് സോക്കറ്റ്, കുറച്ച് സ്റ്റോറേജ് സ്പേസ്. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് ഇത് അറിയാം, ഒരു 7 സീറ്റർ വണ്ടിയാണ്ട് തന്നെ നമുക്ക് റിയർ സൈഡിൽ ബൂട്ട് സ്പേസ് ലഭ്യമല്ല. നമുക്ക് ബൂട്ട് സ്പേസ് ലഭ്യമാണ്. നമുക്ക് ഈ ഒരു സീറ്റ് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. 60-40 രീതിയിൽ നമുക്ക് ഈ ഒരു സീറ്റുകളെല്ലാം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു റിയർ സൈഡിലും ആ ഒരു തേർഡ് റോയിലും പറയാനുള്ളത്. ഗൈസ്, നമ്മൾ കിയ കാരൻസിൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ വിശേഷങ്ങളാണ്. നമുക്ക് എൻജിൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും അവൈലബിൾ ആണ്. കൂടാതെ ഡീസൽ എഞ്ചിനിലേക്ക് വരുമ്പോൾ 1493 cc എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് 2 cc അവൈലബിൾ ആണ്. 1497 cc 1482 cc എഞ്ചിനും പെട്രോളിൽ അവൈലബിൾ ആണ്.
2 ഗിയർ ഷിഫ്റ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു കാരൻസിൽ അവൈലബിൾ ആണ്, മാനുവലിലും ഓട്ടോമാറ്റിക്കിലും. ഏകദേശം 30ഓളം വേരിയൻസ് ഈ ഒരു കാരൻസിൽ ലഭ്യമാണ്. പക്ഷേ അത്ര പറയുമ്പോഴത്തേക്ക് വീഡിയോയുടെ ലെങ്ത് കൂടും. ഞാൻ എന്തായാലും എല്ലാ വേരിയൻസും സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണാവുന്നതാണ്. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ABS, EBD, എയർ ബാഗ് ആൻഡ് റിയർ ആൻഡ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക് തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു കാരൻസിൻ്റെ എൻജിൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. See you in the next video. Thanks for watching. Bye bye.